Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഒരു വർഷം തീർന്ന് ഒരു പുതിയ വർഷത്തേക്ക് നമ്മൾ കയറാൻ പോകുന്നു. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ പോയി അതിൻ്റെ നടുവിൽ ദൈവം വലിയ വിടുതലുകൾ ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നു. പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ പ്ലാൻ ശരിയാണ് എന്നുള്ളതിൽ വിശ്വസിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അത് പല നിലകളിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം. നമ്മൾ ചെയ്തു വെച്ചിട്ട് വന്ന പ്രതിസന്ധികളുണ്ട്. ആമേൻ. ആ പ്രതിസന്ധികൾ ചിലപ്പോൾ നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാനാണ്, നമ്മുടെ ക്യാരക്ടർ മാറ്റിയെടുക്കാനാണ്, നമ്മുടെ ജീവിതത്തിൽ അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ അത് കാരണമാകും. എൻ്റെ ഒരു സഹോദരൻ കടഭാരം വന്നു. ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തനിക്ക് ഒരു സമാധാനവും കിട്ടാതിരുന്നു. താൻ അങ്ങനെ ഒരു ദിവസം ഒരു കൂട്ടുകാരനെ കണ്ടപ്പോൾ താൻ പറഞ്ഞു, നീ എല്ലാ ദിവസവും ഞാനൊരു ബൈബിൾ തരാം, നീ അത് വായിക്കണം. അദ്ദേഹം ആ യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചു തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ സമാധാനം. യോഹന്നാൻ 3:16 താൻ വായിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ഉടനെ യേശുക്രിസ്തുവിനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നശിച്ചു പോകത്തില്ലെന്നും ആമേൻ തനിക്ക് നിത്യതയുണ്ടെന്നും പാപക്ഷമ കിട്ടുമെന്നും ഒക്കെ തനിക്ക് ബോധ്യം വന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ആ കഷ്ടത പൂർണ്ണ സമാധാനത്തിലേക്കും തൻ്റെ ജീവിതം സ്വസ്ഥതയിൽ എത്തുവാനും ഇടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ, ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്ലാൻ ഡ്യൂറിങ് ട്രയൽസ്. പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ പ്ലാൻ ശരിയാണ് എന്നുള്ളതിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുമ്പോൾ ആ സ്ട്രഗിൾസിലൂടെ നമ്മളോടുള്ള പദ്ധതിയിലേക്ക് ഒരുക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. നമ്മുടെ സ്ട്രഗിൾസ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വലിയൊരു പദ്ധതിയിലേക്ക് ദൈവം നമ്മെ ഒരുക്കുകയായിരുന്നു, പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. എല്ലാ സ്ട്രഗിൾസും ദൈവം തന്നതാകണമെന്നില്ല. എന്നാൽ നമ്മുടെ എല്ലാ സ്ട്രഗിൾസും നന്മയാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മുടെ എല്ലാ സ്ട്രഗിൾസും നന്മയാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാത്തപ്പോഴും അവനിൽ ആശ്രയിച്ച് ഫെയ്ത്ത്ഫുള്ളായി നിൽക്കുക. ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയുകയില്ല, പക്ഷേ ആമേൻ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ കാരണമായി തീരും. ഒരിക്കലൊരു സഹോദരൻ രാത്രിയിൽ ഉറക്കമില്ല, ഉറങ്ങാൻ കിടന്നാലും ഉറങ്ങത്തില്ല, കടവില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഉറക്കമില്ല. പക്ഷേ ഒരു ദിവസം താൻ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിനോട് പറഞ്ഞു, ഇല്ല എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, പ്രത്യേകിച്ച് പണത്തിൻ്റെ ഇഷ്യൂ ഇല്ല, ഒന്നുമില്ല. ഉടനെ ആ കൂട്ടുസ്നേഹിതൻ പറഞ്ഞു കൊടുത്തു, ഞാനൊരു ചെറിയ ബുക്ക് തരാം, അത് നീ വായിക്കണം. അതൊരു ന്യൂ ടെസ്റ്റ്മെൻ്റ് ആയിരുന്നു. അന്ന് തനിക്ക് തുറന്നപ്പോൾ കിട്ടിയത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുവിൻ്റെ മരണത്തെക്കുറിച്ചും ഒക്കെയുള്ള വേദഭാഗങ്ങൾ താൻ വായിച്ചു. അന്ന് രാത്രി അത് വായിച്ചിട്ട് താൻ പോയി കിടന്നു, സുഖമായിട്ട് ഉറങ്ങി. രാവിലെ നല്ല ഫ്രഷായിട്ട് എഴുന്നേറ്റ് വന്നു. എല്ലാ ദിവസവും ആമേൻ അത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ താൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. തൻ്റെ ജീവിതം മുഴുവൻ മാറി. താൻ പറയുന്നത്, എനിക്ക് ജോലിയെക്കാട്ടിൽ സന്തോഷം ഈ ബൈബിൾ വായിക്കുമ്പോൾ ലഭ്യമാകും. എനിക്ക് എൻ്റെ കൊച്ചുപ്രായത്തിൽ വീട് കെട്ടി
അതിനേക്കാൾ സന്തോഷം ഈ ബൈബിൾ എൻ്റെ കയ്യിൽ വന്നതാണ്. ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയിലേക്ക്, സമാധാനത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിങ്ങൾ ദൃശ്യ മേഖലയിൽ കാണുന്നതെല്ലാം നെഗറ്റീവായി തോന്നിയെന്ന് വരാം. നമ്മുടെ പുറമേ നോക്കുന്ന എല്ലാ കണ്ണുകൊണ്ടുള്ള കാഴ്ചകളും നമുക്ക് നെഗറ്റീവായി തോന്നിയെന്ന് വരാം. എന്നാൽ അദൃശ്യ മേഖലയിൽ ദൈവം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്യും? നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ വാഗ്ദത്തങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ഡിലേസ് വന്നേക്കാം. എന്നാൽ ആ ഡിലേ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ റിജക്ഷൻ അല്ല. ജോസഫ് പല പ്രാവശ്യം വെയിറ്റ് ചെയ്തു. ചില സമയത്ത് വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഡിലേ ആയി പോകേണ്ടി വന്നു. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളെല്ലാം നടന്നു. ഡിലേ ആയതെല്ലാം പിന്നത്തേതിൽ ഒരു വലിയ ഉയർച്ചയിൽ എത്തുവാൻ കാരണമായി തീർന്നു. നമുക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്ങിലേക്ക് ഒരുക്കുന്നതാണ് നമ്മുടെ എല്ലാ സ്ട്രഗിൾസും. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ സ്ട്രഗിൾസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ബ്ലെസ്സിങ് കൊണ്ടുവരാനാണ്? ഒരു ബ്ലെസ്സിങ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്ട്രഗിൾസ് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുന്നു. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്ലാൻ ഡ്യൂറിങ് ട്രയൽസ്. പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ പ്ലാൻ ശരിയാണ് എന്നുള്ളതിൽ നാം കടന്ന് വിശ്വസിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ പ്ലാൻ നമ്മളിൽ നടക്കാൻ പോകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു വലിയ ദൈവമഹത്വം ഇറങ്ങുകയും ഒരു വലിയ വിടുതൽ അവരിൽ സംഭവിക്കുവാൻ കാരണമായി തീരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത് കാണുന്ന എല്ലാ മക്കളെയും ബ്ലെസ് ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു. ഡിസംബർ മാസം 25, 26, 27 ഈ തീയതികളിൽ എക്സോസിയ കോൺഫറൻസ് മെലേക്ക് പ്രയർ മൗണ്ടനിൽ വെച്ച് നടക്കും. On December 25, 26, 27, the Melek Exousia Prophetic Conference is happening at Melek Prayer Tower in Punalur. നിങ്ങൾ ആരും ആ മീറ്റിംഗ് മിസ് ചെയ്യരുത്. None of you should miss that meeting. നിങ്ങൾ എല്ലാവരും കടന്നു വരാൻ ഓർപ്പിക്കുന്നു. I remind you all to come and attend. God bless you. Love you. God bless you.